പത്തനംതിട്ട ആറന്മുളയിൽ 7000 വോട്ടിന് വീണ ജോർജ് വിജയിക്കുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. വീണ ജോർജ് സേഫ് എന്ന് CPIM ബൂത്ത് തല അവലോകനം. കൂടുതൽ UDF വോട്ടുകൾ കുമ്മനം പിടിക്കും. കോന്നിയിൽ 8000 വോട്ടിന് ജനീഷ് ജയിക്കുമെന്ന് CPIM കണക്ക്. അടൂർ, റാന്നി, തിരുവല്ല എന്നിവിടങ്ങളിലും ജയപ്രതീക്ഷയുണ്ട്. ശ്രീരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീരാജ്, ഈ ആറന്മുളയിൽ വലിയ തരത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടന്നതാണ്. അബിൻ വർക്കിയായിരുന്നു അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. എന്നാൽ അവിടെ വീണ ജോർജ് സേഫാണ്, സുരക്ഷിതമാണ് എന്നുള്ളത് തന്നെയാണ് CPIMന്റെ കണക്കുകൂട്ടൽ. മറ്റ് ഇടങ്ങളിൽ കൂടി ഏത് രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്? പത്തനംതിട്ടയുടെ ഒരു സമഗ്ര ചിത്രം നൽകാം. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും നിലനിർത്താൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ ആറന്മുള മണ്ഡലത്തിൽ 8000 വോട്ടിന് 7000 മുതൽ 8000 വോട്ടുകൾ വരെ നേടി വീണ ജോർജ് അവിടെ നിന്നും ജയിക്കുമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ 19,003 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വീണ ജോർജ് അവിടെ നിന്നും വിജയിച്ചത്. ആ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവ് സംഭവിക്കും. എങ്കിൽ പോലും വിജയം സുനിശ്ചിതമെന്നാണ് പാർട്ടി പറയുന്നത്. അതുപോലെ ഒരു മറ്റ് പ്രധാനപ്പെട്ട കാര്യം കുമ്മനം രാജശേഖരൻ പിടിക്കുന്ന വോട്ടുകളാണ്. കുമ്മനം രാജശേഖരൻ അവിടെ വലിയ മത്സരം കാഴ്ചവെച്ചു. കുമ്മനം സാധാരണഗതിയിൽ BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾക്ക് പുറമെ വോട്ടുകൾ പിടിക്കും. അത് കോൺഗ്രസിന്റെ അബിൻ വർക്കിക്ക് കിട്ടേണ്ട വോട്ടുകളായിരിക്കും എന്നാണ് നിലവിൽ പാർട്ടി വിലയിരുത്തലുള്ളത്. അങ്ങനെ 7000 മുതൽ 8000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് ആ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വരുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലുള്ളത്. മറ്റൊരു മണ്ഡലം കോന്നി മണ്ഡലമാണ്. കോന്നി മണ്ഡലം നിശ്ചയമായും അവിടെ നിന്നും വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു പാർട്ടി തെരഞ്ഞെടുപ്പിന് മുൻപ് തൊട്ടേ ഉണ്ടായിരുന്നത്. അവിടെ 8000 വോട്ടുകൾക്ക് ജയിച്ചു വരുമെന്ന ഒരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ 10,000-ൽ താഴെ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ജയിച്ചതായിരുന്നു KU ജനീഷ് കുമാർ MLA. ഇത്തവണ 8000 വോട്ടുകൾക്ക് ജനീഷ് കുമാർ തന്നെ അവിടെ നിന്നും ജയിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. മറ്റൊരു മണ്ഡലം റാന്നി മണ്ഡലമാണ്. കഴിഞ്ഞ 30 വർഷമായി പാർട്ടി LDFനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് റാന്നി മണ്ഡലം. കഴിഞ്ഞ തവണ 1500-ൽ താഴെയുള്ള ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു പ്രമോദ് നാരായൺ അവിടെ നിന്ന് ജയിക്കാൻ സാധിച്ചത്. ഇത്തവണ 5000-ൽ പരം ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെ നിന്നും LDF സ്ഥാനാർത്ഥി ജയിക്കുക എന്നൊരു വിലയിരുത്തലാണ് നിലവിൽ പാർട്ടിക്ക് ഉള്ളത്. മറ്റൊരു മണ്ഡലം തിരുവല്ലയാണ്. തിരുവല്ലയിലും 5000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ ജയിച്ചു വരുമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവല്ലയിലെ പാർട്ടി വിലയിരുത്തിയത് അനൂപ് ആന്റണിയുടെ മത്സരമാണ്, NDAയുടെ മത്സരമാണ്. NDA അവിടെ വലിയ മത്സരം കാഴ്ചവെച്ചുവെന്നും അവിടെ ഗണ്യമായ വോട്ട് പിടിക്കാനുള്ള സാധ്യത NDAയ്ക്കുണ്ട് എന്നും അവിടെ പാർട്ടി വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു മണ്ഡലം അടൂർ നിയമസഭാ മണ്ഡലമാണ്. 4500 മുതൽ 5000 വോട്ടുകൾക്ക് വരെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നും വിജയിച്ചു വരാൻ പ്രജി കണ്ണൻ LDF സ്ഥാനാർത്ഥി വിജയിച്ചു വരുമെന്നാണ് പ്രാദേശിക CPI നേതൃത്വവും LDFും വിലയിരുത്തുന്നത്. അത്തരത്തിൽ 5 മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും LDF നിലനിർത്തുമെന്ന് വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി ഇടതുമുന്നണിക്ക് ഈ 5 മണ്ഡലങ്ങളുടെയും പഞ്ചായത്തുകളിൽ ഉണ്ടായെങ്കിൽ പോലും അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ CPIMും ഇടതുമുന്നണിയും. അതിൽ എത്രത്തോളം ശരിയാകുമെന്ന കാര്യം ഫലം വരുന്ന ദിവസം തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആറന്മുളയിലെ അടക്കം ഭൂരിപക്ഷത്തിലുള്ള ഗണ്യമായ കുറവ് തന്നെയാണ് സ്വാതി. ശരി ശ്രീരാജ്, അത്തരത്തിലുള്ള ഒരു പത്തനംതിട്ടയിലെ പ്രതീക്ഷകളാണ് ഇപ്പോൾ ശ്രീരാജ് പങ്കുവച്ചത് CPIMന്റെ.